Isle of Man TT, the ultimate test of speed, skill and danger. Welcome to Pit Lane. ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള റേസിംഗ് ഇവൻറ്റ്, ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റൈഡേഴ്സ് അവരുടെ സ്വപ്നങ്ങളിലേക്കും വിജയങ്ങളിലേക്കും പാഞ്ഞു പോകുമ്പോൾ അവരുടെ കൂടെ അല്ലെങ്കിൽ അവർക്കൊപ്പമോ അല്ലെങ്കിൽ ഒരു പടി മുൻപോ പാഞ്ഞു പോകുന്ന വേറെ കുറച്ച് പേരുണ്ട്. ദൈവത്തിൻ്റെ മാലാഖമാർ എന്നൊക്കെ വിളിക്കാവുന്ന ഡോക്ടേഴ്സ്. ബട്ട് ഐൽ ഓഫ് മാൻ TTയിൽ വരുമ്പോൾ they wear a helmet and they have super bikes. മണിക്കൂറിൽ 300-ൽ പരം സ്പീഡിൽ പായുന്ന ഡോക്ടർമാർ. അവർ റേസ് ചെയ്യുന്നത് ജയിക്കാനല്ല, മറിച്ച് റേസ് ചെയ്യുന്നവർക്കൊക്കെ എന്തെങ്കിലും അപകടം പറ്റിയാൽ പാഞ്ഞെത്താനാണ്. They are not paid, they don't race for glory, but they race to save lives. ഇത് അവരുടെ കഥയാണ്. The Traveling Marshals. Cummins on a bike. Two bikes down, three bikes down. TT റേസിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്പോർട്ടാണ്. 1907 TT തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ഏകദേശം 265 ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഒറ്റ സ്പോർട്ട് വഴി. ഇത്രയൊക്കെ റിസ്ക് ഉണ്ടായിട്ടും ഓരോ വർഷം കൂടുന്തോറും മത്സരിക്കുന്നവരുടെ വീറും വാശിയും കൂടുകയും പുതിയ ട്രാക്ക് റെക്കോർഡ് സെറ്റ് ചെയ്യാൻ നോക്കുകയും ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മുടെ മാർഷൽസും അവരെ പോലെ തന്നെ ഓരോ വർഷവും ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഒരു ട്രാവലിംഗ് മാർഷൽ ആകണമെങ്കിൽ സ്പീഡ് മാത്രം പോരാ. അവരതികഠിനമായ പരീക്ഷണങ്ങളിലൂടെയും എത്ര വലിയ ആക്സിഡൻറ്റ് ഓർ ട്രോമ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രെയിനിങ്ങുകളിലൂടെയും ഒക്കെയാണ് അവരും ചെയ്യുക. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഒരു നിമിഷ നേരം കൊണ്ട് സ്ഥലത്തെത്തി റൈഡർക്ക് ഫസ്റ്റ് എയ്ഡും അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുകയും ആംബുലൻസോ എയർ ആംബുലൻസോ വരുന്നത് വരെ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യുകയും ഇതാണ് മാർഷൽസിൻ്റെ പണി. ഐൽ ഓഫ് മാൻ TT ട്രാക്കുകൾ ഒരുപാട് ചെറിയ വളവും തിരിവുകളുമൊക്കെ കൊണ്ട് നിറഞ്ഞതായതും കുന്നിൻ ചെരുവായതുകൊണ്ടും ആംബുലൻസിനോ ഹെലികോപ്റ്ററിനോ എത്താൻ സമയമെടുക്കും. അതുകൊണ്ട് തന്നെയാണ് ബൈക്കിൽ ചീറിപ്പായുന്ന ഈ ഡോക്ടർമാരുടെ ഇമ്പോർട്ടൻസ്. Oh, just landed. Down goes Carl Rennie and almost collected by his machine. Make his move on Guy Martin. Oh, Martin's down. Guy Martin's gone off on the islands. 2015 ബലോ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഒരു റൈഡർക്ക് ആക്സിഡൻറ്റ് പറ്റുകയുണ്ടായി. അവിടെ ആംബുലൻസും ബാക്കി എമർജൻസി റെസ്പോൺസും എത്തുമ്പോഴേക്കും ഫിൽ വൈറ്റ് എന്ന മാർഷൽ നേരത്തെ തന്നെ അവിടെ എത്തി ഡ്രൈവർക്ക് വേണ്ടുന്ന ഫസ്റ്റ് എയ്ഡും കൊടുത്ത് റോഡിലുണ്ടായിരുന്ന ഡെബ്രിയും പെട്രോളും ഒക്കെ ക്ലീൻ ചെയ്ത് ട്രാക്കും ക്ലിയറാക്കി റെഡിയായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ എണ്ണിയാ തീരാത്ത ഒരുപാട് ഇൻസ്റ്റൻസുകൾ മാർഷൽസിൻ്റെ പുറത്ത് നമുക്ക് എഴുതി ചേർക്കാൻ പറ്റും. മാർഷൽസ് ഓടിക്കുന്ന ബൈക്കുകളിലും വ്യത്യാസമുണ്ട്. ഓഫ് കോഴ്സ് ദേ ആർ ബിൽഡ് ഫോർ സ്പീഡ്, ബട്ട് സ്പീഡ് മാത്രമല്ല, മാർഷൽസിൻ്റെ ബൈക്കിൽ അത്യാവശ്യം ഒരു സ്ഥലത്തേക്ക് വേണ്ടുന്ന മെഡിക്കൽ കിറ്റ്, റേഡിയോസ്, മെഡിസിൻസ്, ടൂൾസ് തുടങ്ങി അങ്ങനെ കുറേ എക്സ്ട്രാ ഫിറ്റിങ്സ് കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രാവലിംഗ് മാർഷൽസിന് ശമ്പളമില്ല. അവരിത് ചെയ്യുന്നത് പൂർണ്ണമായും വോളണ്ടിയേഴ്സായിട്ടാണ്. അവർക്ക് ഈ സ്പോർട്ടിനോടുള്ള ഇഷ്ടവും അതിനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ എല്ലാ സ്പോർട്ടുകളെയും പോലെ തന്നെ ഐൽ ഓഫ് മാൻ TTക്കും ഒരു വലിയ കമ്മ്യൂണിറ്റി സപ്പോർട്ടൊക്കെ ഉണ്ട്. ഇതിൽ മാർഷൽസ് ആകാൻ പറ്റുന്നത് ഒരു നിയോഗം പോലെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പോർട്ടിലേക്ക് അവരെ കൊണ്ടാവുന്നത് പോലെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നും എന്ന തോന്നലോടെയാണ് മിക്കവരും ഇതിലേക്ക് വരുന്നത്. പിന്നെ പറഞ്ഞല്ലോ, ഒരുവിധം എല്ലാ മാർഷൽസും പഴയ റേസ് ഡ്രൈവേഴ്സോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ബട്ട് എന്തായാലും ദേ ആർ റിയലി ദ അൺസങ് ഹീറോസ് ഓഫ് ദി സ്പോർട്ട്. അവരില്ലാതെ ഒരിക്കലും ഐൽ ഓഫ് മാൻ TT എന്ന റേസ് ഇല്ല എന്നതുപോലെ തന്നെ ഐൽ ഓഫ് മാൻ TT ഇല്ലാതെ ട്രാവലിംഗ് മാർഷൽസും ഇല്ല. They don't race for fame, they don't race for money, but they race for life. Stay tuned for more videos. Till next time.